മാറ്റം കൊണ്ടുവരാൻ കേരളം കൈപിടിക്കുകയാണ്. അഞ്ചുവിരൽ നിവർത്തിപ്പിടിച്ച കൈപ്പത്തിയിലേക്ക് ഭരണം പതിയെ വ്യതിചലിക്കുകയാണ്. ഇപ്പോഴിതാ കിട്ടാക്കനിയായിട്ട് കിടന്ന പല സ്ഥലങ്ങളിലും നേതാക്കൾ ആണിയടിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ കലങ്ങുമെന്ന് കരുതിയ പാലക്കാട് അടിത്തട്ടിൽ പണിയെടുത്ത കോൺഗ്രസ് തൂക്കുഭരണം വന്ന പഞ്ചായത്തുകളിൽ 2 പിടിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി, അയിരൂർ പഞ്ചായത്തുകളിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഭരണം പിടിക്കാൻ UDFനെ കൊണ്ടായത്. വടക്കാഞ്ചേരിയിൽ മുൻ CPM ലോക്കൽ സെക്രട്ടറി S പ്രസാദിനെ പ്രസിഡന്റാക്കി UDF ഭരണം ഉറപ്പിച്ചു. അയലൂരിൽ സ്വതന്ത്രരായിട്ട് വിജയിച്ച രാജേശ്വരിയും UDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നറുക്കെടുപ്പ് വേണ്ടിവരുന്ന പഞ്ചായത്തുകൾ ഇവയായിരുന്നു: ചളവറ, കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കൊപ്പം എന്നീ 5 പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമായതിനാൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും ഭരണം നിശ്ചയിക്കുക എന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിൽ എരുത്തമ്പതി പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രസിഡന്റ് സ്ഥാനം SC വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ CPMന്റെ SC വിഭാഗം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതുകൊണ്ട് 5 സീറ്റുകളുള്ള കോൺഗ്രസിന് അവിടെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. രേണുകയോ ശ്രീജയോ ആയിരിക്കും ഇവിടുത്തെ പ്രസിഡന്റുമാരാവുക. മറ്റു പ്രധാന വിവരങ്ങളായിട്ട് വടക്കാഞ്ചേരിയിൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് UDFന്റെ ഭരണം ഉറപ്പിക്കുന്നത്. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിലെത്തുന്ന പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2025 കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ UDF മികച്ച മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരുന്നു. സത്യത്തിൽ UDFന് ഇത്തവണ ക്ലച്ച് പിടിക്കുമോ എന്ന് അവർ പോലും സംശയമുണ്ടായ സ്ഥലത്താണ് അവരുടെ ഈ മുന്നേറ്റം നടന്നിരിക്കുന്നത്. അത്രയ്ക്ക് വിവാദങ്ങളാണ് പാലക്കാടും UDFനെയും സംബന്ധിച്ച് അരങ്ങേറിയത്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കുട്ടത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തുന്നു. പിന്നീട് പെട്ടിക്കഥയുമായിട്ട് LDFും BJPയും എത്തുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ MLA ആകുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയുന്നതിന് മുൻപ് പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ലൈംഗിക കേസ് ഉണ്ടാകുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള നെട്ടോട്ടം, ജാമ്യാപേക്ഷ, അങ്ങനെ പാലക്കാട് മൊത്തത്തിൽ ആടിയുലഞ്ഞ കാലത്തിലും ആ ജില്ലയുടെ ഒരു കൈ UDFനെ പിന്തുണച്ചു എന്നതാണ് സത്യം. വടക്കാഞ്ചേരി, അയലൂർ എന്നീ പഞ്ചായത്തുകളിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ UDFന് ഭരണം ഉറപ്പിക്കാനായതും വലിയ അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ഇത് ചരിത്ര വിജയം കൂടിയാണ്. വടക്കാഞ്ചേരി പഞ്ചായത്തിലെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണ സംഭവിച്ചു. ഇവിടെ മുൻ CPM ലോക്കൽ സെക്രട്ടറി S പ്രസാദിനെ പ്രസിഡന്റാക്കി കോൺഗ്രസ് ഭരണം പിടിക്കുന്നത്. മാങ്കൂട്ടം വന്ന് വോട്ട് കുത്തിയ വാർഡും UDFനെ ചേർത്ത് പിടിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ അവസാനത്തെ പിടിവള്ളിയായിട്ട് പാലക്കാടും UDFനെ ചേർത്ത് പിടിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.